ഡൽഹിയിൽ ബി.ജെ.പി. സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് അല്പസമയത്തിനകം. രാജ്യ തലസ്ഥാനത്തെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്ത അധികാരമേൽക്കും. രാംലീല മൈതാനത്ത് നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും എൻ.ഡി.എ മുഖ്യമന്ത്രിമാരും ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവരെ നമുക്ക് വേദിയിൽ കാണാം. चंद्रबाबू नायडू करोड़ों घरों में पीएम आवास योजना के तहत अपनी छत अपने घर में रहने അടക്കമുള്ള നേതാക്കൾ ഘടകകക്ഷി നേതാക്കൾ ഇപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അനൂപ്, ബി.ജെ.പിക്ക് എത്രയോ നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഡൽഹിയിൽ അധികാരം കിട്ടുന്നത്. അവിടെ വനിതാ മുഖ്യമന്ത്രി വരുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പൊ തൊട്ടു മുൻപ് ആം ആദ്മി പാർട്ടിയുടെ വനിതാ മുഖ്യമന്ത്രിയാണ് ഉണ്ടായിരുന്നത്. ഇതിനു മുൻപും അവിടെ ഷീല ദീക്ഷിത്, അതുപോലെ തന്നെ സുഷമ സ്വരാജ് തുടങ്ങിയ വനിതാ മുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട്. ഈ ചടങ്ങിന്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് പങ്കെടുക്കുന്നു. ഘടകകക്ഷി നേതാക്കളുണ്ട്. ബി.ജെ.പി. ഇതൊരു വലിയൊരു ആഘോഷമാക്കി മാറ്റാനുള്ള ശ്രമമാണോ നടത്തിയിരിക്കുന്നത്? ഇവിടെ ശബ്ദ ബഹളമുള്ളത് കൊണ്ട് അവിടെ നിന്ന് പറഞ്ഞത് സമ്പൂർണ്ണമായി കേട്ടിട്ടില്ല. ഞാൻ ഈ വേദിക്ക് തൊട്ടടുത്താണുള്ളത്. ഇപ്പോഴും ഈ ഇടവഴികളിൽ ഉൾപ്പെടെ നിരവധി ബി.ജെ.പി. പ്രവർത്തകർ ഈ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബി.ജെ.പിയെ സംബന്ധിച്ച് 26 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു തിരിച്ചുവരവാണ് അധികാരത്തിലേക്ക് ഡൽഹിയിൽ. അത് അക്ഷരാർത്ഥത്തിൽ ആഘോഷമാക്കി മാറ്റുകയാണ് ബി.ജെ.പി. പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 10,000-കണക്കിന് ആളുകൾ ഇവിടേക്ക് ഈ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കാഴ്ചയുണ്ട്. മാത്രമല്ല 20 എൻ.ഡി.എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ആളുകൾ, മുഖ്യമന്ത്രിമാർ, ഒപ്പം തന്നെ ഉപമുഖ്യമന്ത്രിമാർ, ഒപ്പം ബി.ജെ.പിയുടെ എം.പിമാരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടെയുള്ളവർ വന്നുകൊണ്ടിരിക്കുന്നു. ജെ.പി. നഡ്ഡ, ഒപ്പം ക്യാബിനറ്റിലെ എല്ലാ മുഴുവൻ മന്ത്രിമാരും. ഇങ്ങനെ രാജ്യത്തിൻ്റെ നേരത്തെ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് അധികാരത്തിൽ ബി.ജെ.പി. ഏറുമ്പോൾ മുഖ്യമന്ത്രി ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ആളുകളും നമ്മൾ കണ്ടിട്ടില്ല. ഇത് രാജ്യ തലസ്ഥാനത്തിൻ്റെ അധികാരത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആഘോഷമാക്കി മാറ്റുകയാണ് ബി.ജെ.പി. ചെയ്യുന്നത്. പുതിയ ഒരാളെ, ആദ്യമായി എം.എൽ.എ ആവുന്ന രേഖാ ഗുപ്ത എന്ന ഒരാളെ 50 വയസ്സുകാരിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഒരു സന്ദേശം കൂടി ഡൽഹിക്ക് നൽകുന്നുണ്ട്. അതായത് അത് ഡൽഹിയിലെ ജനങ്ങൾക്ക് മാത്രമല്ല, രാജ്യത്താകമാനമുള്ള ബി.ജെ.പി. പ്രവർത്തകർക്കും ജനങ്ങൾക്കും നൽകുന്ന സന്ദേശമാണ്. ബി.ജെ.പിയിൽ പ്രവർത്തിച്ചാൽ കൂടുതൽ പരിഗണിക്കപ്പെടും, ഒപ്പം തന്നെ സ്ത്രീകളെ പരിഗണിക്കുന്ന പാർട്ടിയാണ് തുടങ്ങിയിട്ടുള്ള ഒരു സന്ദേശം. ബി.ജെ.പിയുടെ അല്ലെങ്കിൽ എൻ.ഡി.എയുടെ മറ്റ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ എവിടെയും ഒരു വനിതാ മുഖ്യമന്ത്രി ഇല്ല. ഡൽഹിയിൽ മാത്രമാണ് ഇപ്പോൾ ഒരു വനിതാ മുഖ്യമന്ത്രി വരുന്നത്. എന്തായാലും ആ ഒരു പരിഗണന കൂടി നൽകുന്നു. വലിയ ജനക്കൂട്ടത്തെ കാണാൻ കഴിയുന്നുണ്ട്. പ്രധാനമന്ത്രി വരാൻ പോവുകയായതുകൊണ്ട് റോഡിനടുത്ത് നിന്ന് ആളുകളൊക്കെ ഒഴിപ്പിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രിയും വേദിയിലേക്ക് എത്തും. അതിനുശേഷം സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് കടക്കുകയാണ്. 12:35 സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കും. ഈ മുഖ്യമന്ത്രിക്ക് പുറമെ 6 മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറും. ഡൽഹിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഉറപ്പുകൾ ബി.ജെ.പി. നൽകിയിട്ടുണ്ട്. അത് വീടാന്തരം 2,500 രൂപ സ്ത്രീകൾക്ക് മാസാമാസം അക്കൗണ്ടിൽ എത്തിക്കുന്ന പദ്ധതിയാണെങ്കിൽ, ഒപ്പം തന്നെ ഗ്യാസ് 500 രൂപയ്ക്ക് നൽകുന്ന പദ്ധതി, ഒപ്പം തൊഴിലില്ലാത്ത യുവജനങ്ങൾക്കുള്ള പദ്ധതി തുടങ്ങിയിട്ടുള്ള, ഒപ്പം തന്നെ കുടിവെള്ളം, ശുദ്ധമായ കുടിവെള്ളം തുടങ്ങിയിട്ടുള്ള നിരവധി വാഗ്ദാനങ്ങളാണ് ബി.ജെ.പി. നൽകിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് ഏത് ഉറപ്പാണ് ബി.ജെ.പി. പാലിക്കാൻ പോവുക എന്ന ചോദ്യമുണ്ട്. എന്തായാലും 26 വർഷത്തിനു ശേഷമുള്ള തിരിച്ചുവരവ് വലിയ ആഘോഷമാക്കി ബി.ജെ.പി. മാറ്റുന്നതിൻ്റെ കാഴ്ച രാംലീല മൈതാനിയിൽ കാണാൻ പറ്റുന്നു. അനൂപ് ദാസാണ് രാംലീല മൈതാനിക്ക് സമീപത്തു നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്. മൈതാനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ കാണുന്നു. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വേദിയിലേക്ക് എത്തുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം എത്തിച്ചേരുമെന്നാണ് അനൂപ് നൽകുന്നത് വിവരം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും അവിടേക്ക് എത്തുന്നു. രാംലീല മൈതാനിയിൽ ഇന്ന് രേഖാ ഗുപ്തയ്ക്കൊപ്പം 6 മന്ത്രിമാരും സത്യവാചകം ചൊല്ലി അധികാരമേൽക്കാൻ പോകുന്നു. മജീന്ദർ സിർസ, ആശിഷ് സൂദ്, പങ്കജ് കുമാർ സിംഗ്, രവീന്ദർ ഇന്ദ്രജിത് സിംഗ്, കപിൽ മിശ്ര, പർവേഷ് വർമ്മ. അതിൽ പർവേഷ് വർമ്മ ഉപമുഖ്യമന്ത്രിയാകും. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന പേരാണ്. അത് പർവേഷ് ശർമ്മ മുഖ്യമന്ത്രിയാകും എന്ന് കരുതപ്പെട്ടിരുന്നു. മുൻ മുഖ്യമന്ത്രി ബി.ജെ.പിയുടെ തന്നെ സാഹിബ് സിംഗ് വർമ്മയുടെ മകനാണ്. അദ്ദേഹം ഉപമുഖ്യമന്ത്രി മാത്രമേ ആകുന്നുള്ളൂ. വളരെ എന്താ പറയുക, ഒരു സർപ്രൈസ് മൂവാണ് ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട രേഖാ ഗുപ്ത അവിടെ മുഖ്യമന്ത്രിയായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. സുഷമ സ്വരാജിന്റെ മകളും നിയമസഭയിലേക്ക് വിജയിച്ചിട്ടുണ്ട്. സുഷമ സ്വരാജിന്റെ മകൾ ഒരു പക്ഷേ മുഖ്യമന്ത്രി ആയേക്കുമെന്ന ചർച്ചകളൊക്കെ ആദ്യം കേട്ടിരുന്നു. പക്ഷേ അത്
മറ്റൊരു പേരിലേക്ക്, രേഖാ ഗുപ്ത എന്ന പേരിലേക്ക് എത്തുകയായിരുന്നു. അല്ല, ഈ കുടുംബവാഴ്ചയെക്കുറിച്ച് നിരന്തരം വിമർശനം ഉന്നയിക്കുന്ന BJPക്ക് ഇത്തരത്തിലുള്ള ഈ സുഷമ സ്വരാജിന്റെ മകളെയോ അതല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിയായ സാഹിബ് സം വർമ്മയുടെ മകനെയോ ഒക്കെ മുഖ്യമന്ത്രിയാക്കി കഴിഞ്ഞാൽ കോൺഗ്രസ് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പറയാൻ മറുപടിയില്ല. ഒരു പക്ഷേ അതുകൊണ്ട് പക്ഷേ പർവേഷ് ശർമ്മയെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് സാഹിബ് സിംഗ് വർമ്മയുടെ ആ ഒരു പാരമ്പര്യമൊക്കെ പിന്തുടരുന്ന BJPയിൽ എന്തായാലും അദ്ദേഹത്തിനുള്ള പിന്തുണയൊക്കെ ആ രീതിയിൽ ഉണ്ടാകും. അതൊന്നും കളയാതെ എന്നാൽ അദ്ദേഹത്തിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം മാത്രം നൽകിക്കൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ സുഷമ സ്വരാജിന്റെ മകളെയൊന്നും ആ രീതിയിലേക്ക് പരിഗണിച്ചില്ല. പുതുതായി വരുന്ന ഒരാളിനെ എന്നാൽ BJPയിൽ സജീവമായുള്ള അവിടെ മഹിളാ മോർച്ചയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ 50 വയസ്സ് മാത്രമുള്ള ഒരു വനിതയെ അവിടെ മുഖ്യമന്ത്രിയാക്കി കൊണ്ടുവരാനാണ് BJP തീരുമാനിച്ചത്. അനു പറഞ്ഞ പോലെ താഴെത്തട്ടിൽ നിന്നുള്ള നേതാക്കൾക്ക് ഒരു നല്ല സൂചന നേതൃത്വം നൽകുന്നുണ്ട്. അവിടെ നേരത്തെ കൗൺസിലറായിരിക്കുമ്പോൾ നിരവധി പദ്ധതികൾ നടപ്പാക്കി. BJPയുടെ ഔദ്യോഗിക വെബ്സൈറ്റുകളിലും മറ്റും അന്നവർ നടപ്പാക്കിയ പദ്ധതികളെ കുറിച്ചൊക്കെ വലിയ തോതിൽ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ABVP പശ്ചാത്തലമാണ് പുതിയ മുഖ്യമന്ത്രിക്ക് ഉള്ളത്, രേഖാ ഗുപ്തയ്ക്ക് ഉള്ളത്. ABVPയിലൂടെ വരുന്നു. പിന്നീട് ഡൽഹിയിൽ ക്യാമ്പസിൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്ന 96-97 കാലത്ത്. അതിനുശേഷം പിന്നെ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. മഹിളാ മോർച്ചയിൽ വളരെ സജീവമായിരുന്നു. BJPയുടെ ദേശീയ എക്സിക്യൂട്ടീവിലേക്ക് എത്തുന്നു. അവിടെ കൗൺസിലറായി പ്രവർത്തിക്കുമ്പോൾ വലിയ തോതിൽ ജനങ്ങളെ ആകർഷിക്കാൻ കഴിഞ്ഞു എന്നതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളിലും മറ്റും പരാമർശിക്കുന്നത്. ഒരു ഘട്ടത്തിൽ മേയറായി അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. ആദ്യ അംഗത്തിൽ തന്നെ 29,595 വോട്ടിന്റെ വലിയ ഭൂരിപക്ഷത്തിലാണ് അവർ ഷാലിമാർ ബാഗിൽ വിജയിച്ച് കയറിയത്. അതിന് പിന്നാലെയാണ് രേഖാ ഗുപ്ത ഇപ്പോൾ മുഖ്യമന്ത്രിയായി സത്യവാചകം ചൊല്ലാൻ പോകുന്നത്. രാംലീല മൈതാനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. 7 नए IIM और जब IITs होती हैं तो हमारे अलग अलग विशेषज्ञता वाले क्षेत्रों के हमारे युवा अपने भविष्य के निर्माण करते हैं और फिर वे ചൊല്ലുന്ന സമയം നമുക്ക് വീണ്ടും ഇതിലേക്ക് തിരികെ വരാം. പ്രധാനമന്ത്രി അല്പസമയത്തിനകം എത്തിച്ചേരും. സത്യവാചകം ചൊല്ലുന്ന സമയത്ത് സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് തിരികെ എത്താം.